ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൽ അനുഗ്രഹീതരും ദൈവത്താൽ ധന്യരുമായ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, കർത്തൃദാസന്മാരെ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ പുകഴ്ത്തുന്നു. ഓരോ നാളും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുകയും എല്ലാ ദിവസവും ദൈവിക ആലോചനകളാൽ നമ്മളെ ധന്യരാക്കുകയും നമ്മുടെ ആവശ്യങ്ങളെല്ലാം നമ്മുടെ സഹായിയായി കൂടെ ഇരിക്കുകയും ചെയ്യുന്ന നമ്മുടെ ദൈവത്തിന് സകല മഹത്വവും പുകഴ്ചയും സ്തുതിയും ആരാധനയും സ്തോത്രവും അർപ്പിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ആത്മീക ചിന്തയിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ഗലാത്യലേഖനം 4-ാം അധ്യായം 2-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. ഗലാത്യലേഖനം 4-ാം അധ്യായം 2-ാമത്തെ വാക്യം: പിതാവ് നിശ്ചയിച്ച അവധിയോളം രക്ഷകന്മാർക്കും ഗ്രഹവിചാരകന്മാർക്കും കീഴ്പ്പെട്ടവനത്രേ എന്ന് ഞാൻ പറയുന്നു. പിതാവ് നിശ്ചയിച്ച അവധിയോളം രക്ഷകന്മാർക്കും ഗ്രഹവിചാരകന്മാർക്കും കീഴ്പ്പെട്ടവനത്രേ എന്ന് ഞാൻ പറയുന്നു. ഗലാത്യലേഖനം 4-ാം അധ്യായം ആത്മീക വളർച്ച എന്ന വിഷയത്തെ അതിഗൗരവത്തോടെ എടുത്തുകൊണ്ട് പൗലോസിലൂടെ പരിശുദ്ധാത്മാവ് സഭയ്ക്ക് നൽകുന്ന ഏറ്റവും മെച്ചപ്പെട്ട ഗുണപാഠങ്ങളാണ് എഴുതിയിരിക്കുന്നത്. ആത്മീക ശൈശവത്വം അപകടമാണ്. യാതൊരു വിശേഷതയും ദൈവത്തിങ്കിലേക്ക് വന്നതുകൊണ്ട് ശൈശവത്തിൽ കിടക്കുന്നിടത്തോളം കാലം ഉണ്ടാകത്തില്ല എന്ന് തറപ്പിച്ച് സ്ഥാപിക്കുവാൻ പൗലോസിൻ്റെ തൂലികകളെ പരിശുദ്ധാത്മാവ് ഉപയോഗിച്ച അധ്യായമാണ് 4-ാം അധ്യായം. അതിനെ അക്കമിട്ട് പറയുകയും പോരായ്മകളെ നിരത്തുകയും എന്നാൽ ആത്മീക വർധനം അഥവാ ആത്മീക വളർച്ച കൊണ്ടുണ്ടാകാൻ പോകുന്ന ഗുണങ്ങളെക്കുറിച്ചും പദവികളെക്കുറിച്ചും തെറ്റാതെ പരാമർശിക്കുകയും ചെയ്യപ്പെട്ടിരിക്കുന്നു ഈ അധ്യായത്തിനകത്ത്. ഒരു ശിശുവായിരിക്കുന്നിടത്തോളം കാലം നാം നമ്മുടെ സ്വന്തം ഇഷ്ടത്തിനല്ല, നമ്മുടെ സ്വന്തം നിരൂപണങ്ങൾക്ക് വിധേയപ്പെട്ടല്ല, മറ്റു പലർക്കും കീഴ്പ്പെട്ടുകൊണ്ട് അവരുടെ ഇംഗിതങ്ങൾക്ക് വേണ്ടി മാത്രം കാര്യങ്ങളെ ചലിപ്പിക്കത്തക്ക രീതിയിൽ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ശൈശവത്വം എന്ന് പറഞ്ഞുകൊണ്ട് ആത്മീകത്തിലും അങ്ങനെ തന്നെയാണ് എന്ന് സ്ഥാപിക്കപ്പെടുകയാണ് ഈ ഭാഗത്ത്. പക്ഷെ അത് നമ്മൾ വളരെ അറിയേണ്ടതാണ്. നിങ്ങളിൽ പലർക്കും ഈ ഭാഗങ്ങൾ വായന കൊണ്ടെങ്കിലും ബൈബിൾ വായന കൊണ്ടെങ്കിലും പരിചിതമാണ് എന്നും എനിക്കറിയാം. എന്നാൽ ഈ 2-ാമത്തെ വാക്യത്തിനകത്ത്, ഇപ്പോൾ നമ്മൾ വായിച്ച വാക്യത്തിനകത്ത് മാത്രം നിന്നുകൊണ്ട് ഒരു ചിന്ത നിങ്ങളോട് പങ്കുവയ്ക്കട്ടെ. ഇവിടെ പിതാവ് നിശ്ചയിച്ച അവധിയോളം എന്നൊരു വാക്ക് കാണുന്നു. പിതാവ്, ദൈവത്തെ പിതാവേ എന്ന് വേദപുസ്തകത്തിൽ വിളിക്കപ്പെട്ടിരിക്കുന്നു. പിതാവായ ദൈവത്തെ ഇവിടെ നാം മനസ്സിൽ കാണുകയാണ്. എഴുതിയിരിക്കുന്നത് പിതാവായ ദൈവം നിശ്ചയിച്ച അവധിയോളം. അതുകൊണ്ടാണ് ഇന്നത്തെ ചിന്തയ്ക്ക് അവധി നിശ്ചയിക്കുന്ന ദൈവം എന്നൊരു പേരിടാൻ കാരണം. അവധി നിശ്ചയിച്ചിരിക്കുക. ഓരോ കാര്യത്തിനും അതതിൻ്റേതായിരിക്കുന്ന ഒരു അവധിയുണ്ട്. അത് കഴിയുമ്പോൾ ആ അവധി തീരണം, അത് നിശ്ചയിക്കുകയാണ്. ഓരോ വിഷയത്തിന്മേലും ആ വാക്കിന് പ്രത്യേകതയുണ്ട്. അവധി എന്ന വാക്കിന്. ദൈവം ആത്മീക ജീവിതം പരിശോധിച്ചാൽ, ബൈബിളിനകത്തെ വ്യക്തികളെ പരിശോധിച്ചാൽ, അവരുടെയൊക്കെ ജീവിതം ദൈവം ആഗ്രഹിക്കുന്നത് പോലെ കരുപിടിക്കേണ്ടതിന് ഒരവധി നിശ്ചയിക്കും. അത് കഴിയുമ്പോൾ, അതിനിടയിൽ ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും. അത് കഴിയുമ്പോൾ, ആ അവധി തീരുമ്പോൾ, അടിമത്തം പൊട്ടി കീഴ്പ്പെടുത്തി വച്ചിരിക്കുന്ന വിഷയങ്ങളെ ജയിച്ച് പുറത്തു വന്ന് ഉത്സവം ആചരിക്കുന്ന പുരുഷാരത്തിൻ്റെ ധ്വനിയോടെ
ദൈവം ആഗ്രഹിച്ച പദവിയോടെ സമർത്ഥമായി നിൽക്കാൻ ദൈവമായ കർത്താവ് അനുവദിക്കും, അല്ലെങ്കിൽ ഇടയാക്കും. യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിന് ശേഷം അരിമത്തിയിലെ യോസേപ്പിൻ്റെ കല്ലറയ്ക്കകത്ത് കർത്താവിനെ ഒതുക്കി വയ്ക്കുന്നതിന് ഒരവധി ഉണ്ടായിരുന്നു. ആ അവധി തീർന്നു കഴിഞ്ഞപ്പോൾ ദൈവം നിശ്ചയിച്ചു. യേശുക്രിസ്തു ജീവിച്ചിരുന്ന കാലത്ത് പറഞ്ഞിരുന്നു, ഈ മന്ദിരം പൊളിച്ചു, പക്ഷെ 3 നാൾ കൊണ്ട് പണി. മനുഷ്യപുത്രൻ ഭൂമിക്കടിയിൽ 3 നാൾ ഇരിക്കേണ്ടതാകുന്നു. അത് കഴിയുമ്പോൾ അവധി തീരും. നിശ്ചയിക്കപ്പെട്ട അവധി തീർന്നു കഴിഞ്ഞാൽ മറ്റൊരു തലത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും. യോസേപ്പിനെ കുറിച്ച് സങ്കീർത്തനത്തിൽ എവിടെയോ വായിക്കുന്നുണ്ട്. എൻ്റെ സഹോദരങ്ങളെ മിസ്രൈമിലെത്തിക്കാൻ വേണ്ടി ദൈവമായ കർത്താവ് ആദ്യം അയച്ച ആളാണ് യോസേപ്പ്. അവർ അവിടെ എത്തിച്ചേരുവോളം യോസേപ്പ് അരിഷ്ടതയാലും ഇരുമ്പ് ചങ്ങലയാലും ബന്ധിക്കപ്പെട്ടു. അപ്പോൾ ഈ ബന്ധനം അഥവാ അരിഷ്ടത, യോസേപ്പിൻ്റെ ജീവിതത്തെക്കുറിച്ച് അറിയാലോ. അതിൻ്റെ അവധി നിശ്ചയിച്ചിട്ടുണ്ട്. ആ അവധി തീർന്നു കഴിയുമ്പോൾ അരിഷ്ടതകൾ അവസാനിക്കും, ഇരുമ്പ് ചങ്ങലകൾ അഴിഞ്ഞു വീഴും. ഇങ്ങനെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവികമായിരിക്കുന്ന പദ്ധതികൾക്ക് വേണ്ടി ദൈവം അവധി നിശ്ചയിക്കും. നമുക്കാർക്കും അറിയില്ല. ദൈവത്തിൻ്റെ പുസ്തകത്തിൽ ഒരവധിയുണ്ട്. ഇന്ന് അനുഭവിക്കുന്ന കഷ്ടതകൾ, ഇന്നത്തെ പ്രയാസങ്ങൾ, ദുരിതങ്ങൾ, ഇതിനൊന്നും ഒരറുതിയില്ലേ, ഒരവധിയില്ലേ, ഒരതിരില്ലേ? ഈ വാക്കുകൾ പലപ്പോഴും ജീവിതത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ ദൈവത്തെ വിശ്വസിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ, ഈ ഗലാത്യ ലേഖനം 4:2 അത് വിശ്വസിച്ച് കൈവച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് പറ, പിതാവേ, അങ്ങിതിനൊരവധി നിശ്ചയിച്ചിട്ടില്ലേ? കെട്ടിക്കിടക്കത്തക്ക രീതിയിൽ എല്ലാ കാലവും ആയിരിക്കാനാണോ? ഈ പ്രപഞ്ചത്തിലെ എല്ലാറ്റിനും അവധി നിശ്ചയിച്ച മഹാദൈവമേ, ഒരിക്കലും തീരാത്ത വെള്ളച്ചാട്ടം പോലെ എന്നും ഇങ്ങനെ കുതിച്ച് ചാടി നിൽക്കാൻ, താങ്ങാൻ പറ്റാത്ത രീതിയിലായിരിക്കാൻ ദൈവമേ അങ്ങിടയാക്കല്ലേ. ഒരവധി ദൈവം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അവധി എന്ന് തീരുമെന്ന് നമ്മളെ അറിയിക്കണം എന്നൊന്നുമല്ല. അവധി നിശ്ചയിക്കപ്പെട്ടത് അവസാനിച്ച് അടുത്ത തലത്തിലേക്ക്, ശൈശവത്വം എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത കാലഘട്ടങ്ങളെ, ചുറ്റും സംഭവിക്കുന്ന വിഷയങ്ങളെ, സ്വന്തം ജീവിതത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളെ, നമ്മുടെ ബലഹീനതകളെ, ഇതൊന്നും വേണ്ടുവണ്ണം മനസ്സിലാക്കാൻ കഴിയാത്തൊരു പക്വതയില്ലാത്ത കാലമാണ് ശൈശവത്വം. കരയാൻ മാത്രമായിരിക്കും. പ്രശ്നങ്ങളെ കണ്ട് ഒറ്റയ്ക്ക് തരണം ചെയ്യാൻ പറ്റാത്ത ഒരു ഘട്ടമായിരിക്കും ശൈശവത്വം. എപ്പോഴും മറ്റുള്ളവരുടെ സഹായത്താൽ, മറ്റുള്ളവരുടെ ഇഷ്ടത്താൽ, അവരുടെ നിയന്ത്രണത്താൽ എല്ലാം ഒതുക്കപ്പെടുന്ന ഒരു കാലമായിരിക്കും ശൈശവത്വം. അതിനെ സൂചിപ്പിക്കുന്നതാണ് ശിശു എന്ന വാക്ക്. ഇങ്ങനെ ഞാനായിരുന്നിട്ട് കാലങ്ങളായി എൻ്റെ ഒരു കാര്യവും എൻ്റെ ഒരു ഇഷ്ടവും ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല, അതിനുള്ള കപ്പാസിറ്റി ഇല്ല. ആ സ്ഥിതിയിൽ നിന്ന് കാര്യഗതികളെ തിരിക്കത്തക്ക രീതിയിൽ ചരിത്രത്തിൻ്റെ ഭാഗമായി തീരുവാൻ അങ്ങ് നിശ്ചയിച്ച അവധിക്കപ്പുറത്തേക്ക് എന്നെ കയറ്റിവിടണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാമോ? ഒരുപാട് പേർക്കുള്ള ദൂതായിരിക്കാം ഇത്. അവധിയില്ലാത്ത, അതിരില്ലാത്ത, അനിശ്ചിതത്വങ്ങൾ മാത്രം തുടരുന്ന ചില പ്രശ്നങ്ങൾക്ക് സ്വർഗം നിശ്ചയിച്ച അവധി തീരട്ടെ, അടുത്ത തലം വെളിപ്പെടട്ടെ. അത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട്, പിതാവ് നിശ്ചയിച്ച അവധി അത് കഴിയും ഈ ദിവസങ്ങളിൽ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്
ആത്മീക പക്വതയോടെ ജീവിപ്പാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ലോകത്തിലെല്ലാത്തിനും അവധി നിശ്ചയിക്കുന്ന ദൈവമാണങ്ങ്. കാലാവസ്ഥകൾക്ക് അവധിയുണ്ട്. ഒരു കാലം കഴിയും, അടുത്ത ഋതുഭേദങ്ങൾ തെളിഞ്ഞു വരും, അതിന് അവധിയുണ്ട്. അത് കഴിയുമ്പോൾ അത് പോകണം, അടുത്ത ഘട്ടം മടങ്ങി വരണം. രാത്രിക്ക് അവധിയുണ്ട്, പകലിന് വന്നേ പറ്റൂ. അങ്ങനെ ഓരോന്നിനും അവധി നിശ്ചയിച്ച് ഇരുട്ടിനെ മാറ്റി വെളിച്ചത്തെ കയറ്റിക്കൊണ്ടുവരുന്നത് പോലെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിലെ ഇരുട്ടിൻ്റെ പ്രവർത്തികൾക്ക് അവധി നിശ്ചയിച്ചിട്ടുണ്ട്. അതിനെ പുറത്തു തള്ളി പകലിൻ്റെ ദൗത്യം തുടരാൻ എൻ്റെ കർത്താവ് ഇത് കേൾക്കുന്നവരെ അനുവദിക്കണമേ. അവധി നിശ്ചയിച്ചൊരനുഗ്രഹം ദൈവം നൽകണമേ. പ്രാർത്ഥിച്ച് എൻ്റെ ജനത്തെ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.